വരാനിരിക്കുന്ന ബാങ്ക് എക്സാമുകളിൽ ആദ്യത്തെ എക്സാമാണ് IBPS RRB എക്സാംസ്. അപ്പോൾ IBPS RRB എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് IBPS RRB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ IBPS RRBയിൽ നമുക്കിവിടെ കേരള ഗ്രാമീൺ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, എക്സാം ഡേറ്റുകൾ ഒക്കെ വരാറായ ഒരു ടൈമാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി സമയമുണ്ടോ നമുക്ക് പഠിക്കാൻ? അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ IBPS കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ കലണ്ടർ പ്രകാരം നമുക്ക് IBPS RRB എക്സാംസിൻ്റെ ഓഫീസർ സ്കെയിൽ ഫസ്റ്റ് പോസ്റ്റിൻ്റെ പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 27 ആണ്. അതുപോലെ ഓഗസ്റ്റ് 2 തീയതി, ഓഗസ്റ്റ് 3 തീയതി. ഇനി ഓഫീസർ സ്കെയിൽ 2 അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഗസ്റ്റ് 30 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി IBPS POയുടെ കേസ് അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കാണെങ്കിൽ ഒക്ടോബർ 4 നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മെയ് മന്ത് എൻഡാണ്. അപ്പോൾ ഇനിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു ചോദ്യചിഹ്നം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനിയും ടൈം ഉണ്ട്. അതായത് നമുക്ക് ഏകദേശം പ്രിപ്പറേഷൻസൊക്കെ ഒരുവിധമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രിപ്പറേഷൻസ് ഇനിയും നടത്താവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ബേസിക് കോൺസെപ്റ്റുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മോക്ക് ടെസ്റ്റുകളും അതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഇനിയും നമുക്ക് സമയമുണ്ട്. എന്നാലും ഇനി ഇത് കടന്ന് പോവരുത്. അതായത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ളൊരു ആലോചനയെ ആർക്കും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചോളൂ. അപ്പോൾ നമ്മൾ കലണ്ടർ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് പ്രീവിയസ് ഇയേഴ്സുകളിൽ ഏതൊക്കെ ഡേറ്റുകളിലാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്നും ഏതൊക്കെ മന്തിലാണ് എക്സാം നടന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2021 തൊട്ട് 2024 വരെയുള്ള ഡേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2021 നമുക്ക് ജൂലൈ മാസത്തിലായിരുന്നു IBPS RRBയുടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം നടക്കുന്നതോ ഓഗസ്റ്റ് മാസം, അതായത് ഓഗസ്റ്റ് 1 തൊട്ട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഓഗസ്റ്റ് 3, ഓഗസ്റ്റ് 5 ഇങ്ങനെയുള്ള ഡേറ്റുകളിലാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 2022 നോക്കിയാലും ജൂലൈ മാസം തന്നെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2023 നോക്കിയാലും 2024 നോക്കിയാലും ഈ ഒരു ജൂലൈ മന്ത് അല്ലെങ്കിൽ ജൂൺ മാസം ലാസ്റ്റോട് കൂടിയാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി എക്സാമിൻ്റെ കാര്യം നോക്കുമ്പോഴും സെയിം പോലെ തന്നെയാണ്. ഇവിടെ ഓഗസ്റ്റ് 3 ആണെങ്കിൽ ഇവിടെ ഓഗസ്റ്റ് 5 ആയിരിക്കും, ചിലത് ഓഗസ്റ്റ് 28 എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് അവിടെ എക്സാം. അതായത് ആ ഒരു ഓഗസ്റ്റ് മന്തിൽ തന്നെയാണ് നമ്മുടെ എക്സാംസ്. ഇപ്പോൾ RRB PO ആയിരുന്നാലും അതുപോലെ RRB ക്ലർക്ക് ആയിരുന്നാലും നമുക്ക് എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി 2025 ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ജൂൺ മാസത്തിലാണ് ലാസ്റ്റോട് കൂടി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു 3rd വീക്കോട് അല്ലെങ്കിൽ 2nd വീക്കോട് കൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരികയും നമുക്ക് ജൂലൈ മാസത്തിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പം ആ ഒരു വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് ഈ വർഷവും നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഡേറ്റ് നോക്കാം, അതായത് IBPS PO ക്ലർക്ക്. അപ്പോൾ PO ആണ് നമ്മുടെ RRB PO ക്ലർക്ക് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്ന എക്സാം എന്ന് പറയുന്നത് IBPS PO ക്ലർക്ക് എക്സാം ആണ്. അവിടെയും നമുക്ക് നോക്കാം ക്ലർക്കും POയും ഏത് എക്സാം ഡേറ്റുകളിലാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ POയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മുടെ ആ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇനി ക്ലർക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അവിടെ നമുക്ക്, അതായത് PO കഴിഞ്ഞു നെക്സ്റ്റ് ക്ലർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതും നമുക്ക് ഈ 21 to 24 വരെ നമുക്ക് ഈ പറയുന്ന ഡേറ്റുകളിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് നമുക്ക് ആ ഒരു എക്സാം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് ഏത് മാസത്തിലാണ് നമ്മുടെ PO അതുപോലെ ക്ലർക്കിൻ്റെ എക്സാം ഡേറ്റ് വരുന്ന ഒക്ടോബർ മാസങ്ങളിൽ തന്നെയാണ് നമ്മുടെ ആ പറയുന്ന എക്സാം ഡേറ്റുകൾ കാര്യങ്ങൾ വരുന്നത്. ഇനി ക്ലർക്കിൻ്റെ കേസ് വരുവാണെങ്കിൽ നമുക്ക് ഡിസംബർ മാസം. ഇപ്പോൾ ക്ലർക്ക് കുറച്ചൊന്ന് ലാഗായിട്ടുണ്ട്. മറ്റേ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമുക്ക് ആ ഒരു എക്സാം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അപ്പോൾ എക്സാം ഡേറ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ മാറിയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് നമ്മൾ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ IBPS RRBയുടെ കട്ട് ഓഫ് ഡീറ്റെയിൽസിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഞാൻ 21 to 24 വരെ ഉള്ളതാണ്
ഇതൊരു മെയിൻസ് ലെവൽ കട്ട് ഓഫ് ആണ് പറയുന്നത്. 50.5 ആണ് നമുക്ക് 2021 വന്നിട്ടുണ്ടായിരുന്നത്. 2022 91.94 വന്നു. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 91.94 ആണ്. പിന്നെ 23 72.69 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞത് 72.25 ആണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അത് RRB POയുടെ കേസിലാണ് പറയുന്നത്. അപ്പോൾ RRB PO ഒക്കെ നമുക്ക് ഏകദേശം ഇതുപോലെയാണ്, ഒരു 60 റേഞ്ചിന് മേലോട്ട് അല്ലെങ്കിൽ ഒരു 60 to 100 റേഞ്ചിനുള്ളിൽ വരെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരിക. അതെല്ലാം നമ്മുടെ എക്സാം പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത്. ഇനി നമുക്ക് RRB ക്ലർക്കിൻ്റെ കേസ് നോക്കിയാലോ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 2021 78 മാർക്കായിരുന്നു. അതല്ലാതെ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള 2024 ആണെങ്കിൽ 65.53 ഉള്ളതാണ് നമുക്ക് ആ ക്ലർക്കിൻ്റെ കേസും നമുക്കവിടെ പറയാൻ സാധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ IBPS POയുടെ കട്ട് ഓഫും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. IBPS POയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 59.75. ഞാൻ 2019 കേസാണ്. ഇപ്പോൾ 2021 കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും കുറവായിരുന്നു, 50.5 ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരെ ഒരു റൈസിംഗ് ഗ്രാഫ് പോലെയാണ് കണ്ടോ. 2024 58.47 ആണ് നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഡീറ്റെയിൽസ് ഒക്കെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരിക. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങളിപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോർ ഫോക്കസ് ഏരിയാസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതുപോലെ RRBക്ക് പ്രിലിംസിന് ഇംഗ്ലീഷില്ല, പക്ഷേ മെയിൻസ് വരുന്ന സമയത്ത് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന് പ്രിപ്പറേഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഡെയിലി എഡിറ്റോറിയൽസും അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട് അത് വായിച്ചു പോയാൽ തന്നെ മതിയാകും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും നിങ്ങൾ ഓരോ ചാപ്റ്ററും, ഇപ്പോൾ ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് കാര്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ റീസണിങ് പറയുവാണെങ്കിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിൽസും ഒക്കെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററുകളാണ്. ഇനി നമുക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. കോഡിംഗ്, ഡീകോഡിംഗ്, സിലോജിസം ഒക്കെ സ്കോറിംഗ് ചാപ്റ്റേഴ്സാണ്. ഇൻഇക്വാളിറ്റീസ് ഒക്കെ അതൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ട്, ഇപ്പോൾ സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 questions അല്ലെങ്കിൽ 6 questionsോളം നമുക്കൊരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കും, ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്കുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നതായിരുന്നാലും അത് ആക്യുറേറ്റ് ചെയ്യുന്നതായിരുന്നാലും സ്പീഡ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിൽ ഡെയിലി ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുകൂടാതെ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ മെയിൻസ് വലിയ വിദൂരതയായിട്ടല്ല വരുന്നത്. നമുക്കിപ്പോൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞു ഒരു 3 weeks അല്ലെങ്കിൽ 4 weeks കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന റിസൾട്ട് വരികയും അത് കഴിഞ്ഞൊരു 2 to 3 weeksനുള്ളിൽ വെച്ച് മെയിൻസിൻ്റെ എക്സാം വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് മെയിൻസിന് ഒരു അഡീഷണൽ ഒരു എഫേർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് GA പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളുടെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ GAയും കൂടെ ഒന്ന് പ്രിപ്പറേഷൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ സൈഡിൽ കൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്താലും മതിയാകും. ഇനി ലാസ്റ്റ് മന്ത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു ഇത്രയാണ്, ഒരു 1.5 months നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ ആ ഒരു 1.5 months അല്ലെങ്കിൽ 1 monthനുള്ളിൽ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മോക്ക് ടെസ്റ്റുകൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുവിധം നന്നായിട്ടൊക്കെ അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ക്വിസുകളും മോക്ക് ടെസ്റ്റുകളും ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യുക, അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, എവിടെയാണ് എറർ വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ എറർ എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ മോക്ക് ടെസ്റ്റിൽ ഇത്ര മാർക്ക്, അപ്പോൾ വളരെ കുറവ് മാർക്കായിരിക്കും നമുക്ക് മോക്ക് ടെസ്റ്റ് വരിക. മോക്ക് ടെസ്റ്റും റിയൽ എക്സാമും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റിന് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് റിയൽ എക്സാമിന് നിങ്ങൾ ആ ഒരു മാർക്ക് ഇത്രയും ഉണ്ടാവുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ വറീഡ് ആകാണ്ട രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്ത് പോകാം. മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരു 2 to 3 മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സമയമാണ്. ഇപ്പം ഫസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് 2-3 മോക്ക് ടെസ്റ്റേഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യേണ്ടത്. ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മെയ് ലാസ്റ്റാണ്, ഇനി നമുക്കൊരു 1.5 months നിങ്ങൾക്ക് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇതുവരെ വന്നിട്ടില്ലല്ലോ.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷനൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളത് ഒന്നീന്ന് കണ്ടുപിടിക്കണം, ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം, എല്ലാ പോർഷൻസ് നിങ്ങൾ എഴുതി വയ്ക്കണം, അതിനനുസരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ പിറകെ നടക്കേണ്ടി വരും, ഡെയിലി ക്വിസുകളുടെ പിറകെ നടക്കേണ്ടി വരും. പിന്നെ നമുക്ക് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിനി എത്രത്തോളം നമ്മൾ വീഡിയോസ് കണ്ടാലും നമ്മൾ ഈ പറയുന്ന ട്രിക്സൊക്കെ ഒരു പരിധി വരെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ടൈം നമുക്കില്ല. അപ്പോൾ അതിന് പകരം നിങ്ങളൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്മൂത്തായിട്ടാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റ രീതിയിൽ തന്നെ നമുക്കത് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യുന്ന രീതിക്കുള്ള എല്ലാ സംഭവങ്ങളും തന്നെ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇനിയും എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരുടെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടൈമാണ്. അതായത് നമ്മുടെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ, ഇപ്പോൾ ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 year വാലിഡിറ്റി വിത്ത് 6 months എക്സ്ട്രാ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും, അതായത് ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് IBPS വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. അത് അടുത്ത വർഷം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എന്താണ് ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു കോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാസം. അപ്പോൾ ഈ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എഡ്യൂഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും, അതിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമുക്കിനി വരാനിരിക്കുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യണം, അതായത് വിത്തിൻ 1 year വെച്ച് അല്ലെങ്കിൽ 1.5 year വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ. അത്രയും നല്ലൊരു ഓഫറാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ.